റവ ഇരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. ഞാനിവിടെ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു 1.25 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന റവയുണ്ടല്ലോ, അതൊരു 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഏത് കപ്പിലാണോ റവ എടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പകരം തൈര് ചേർത്താലും നല്ല അടിപൊളി ടേസ്റ്റാണ്. തൈരില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം ചേർത്താലും മതി. ഇതുപോലെ വെള്ളത്തിൽ ആ റവയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ ആക്കിയിട്ട് മൂടി ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ കുക്കുംബറും ഒരു ക്യാരറ്റും ഒരു സവാളയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ റവയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്യാരറ്റും കുക്കുംബറും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വെജിറ്റബിൾസിലൊക്കെ കുറേ അധികം വെള്ളം ഉണ്ടാവും, ഈ കുക്കുംബറിനകത്തൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ കുക്കുംബറൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്യുന്നിടത്ത് ഒരുപാട് വെള്ളം വരും. അപ്പോൾ വെള്ളം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പിന്നെ വെള്ളം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കുറച്ച് മല്ലിയില, ഇനി ജീരകം, അതുപോലെ തന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക്, ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്താലും മതി. കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ പച്ചമുളക് കടിക്കാൻ കിട്ടുമ്പോൾ എരിവ് അധികമാകും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്തത്. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ജീരകം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂണ് പഞ്ചസാര കൂടെ ചേർക്കണം. പഞ്ചസാര ചേർക്കണം നിർബന്ധമൊന്നുമില്ല, കുറച്ചൊരു മധുരം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ദോശയ്ക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം. നമുക്ക് കോരി ഒഴിച്ച് തവി കൊണ്ട് കല്ലിലിട്ട് ചുട്ടെടുക്കാൻ പാകത്തിന് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എത്രത്തോളം വെള്ളം വേണമെന്ന് നോക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ആക്കിയെടുക്കണം. അധികം വെള്ളമായി പോകരുത്, പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുത്തിട്ട് ഇതുപോലെ 1-1.5 തവിയോ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് തൂത്ത് കൊടുക്കാം. നെയ്യോ എണ്ണ തൂത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് മറിച്ചിട്ട് 2 സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അല്ല സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ദോശയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ.